എൻ്റെ കയ്യിൽ കുറച്ച് പഴയ ചട്ടികളുണ്ടായിരുന്നു കേട്ടോ. ഒരു 10-15 ഉണ്ടേ. അപ്പോൾ ആ ചട്ടിയെല്ലാം ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പോട്ടി മിക്സ് റെഡിയാക്കുവാണേ. മണ്ണൊക്കെ കളച്ച് ചകിരിച്ചോറും ചാണകപ്പൊടിയൊക്കെ ഇട്ട് ഞാൻ പോട്ടി മിക്സ് റെഡിയാക്കി. പിന്നെ ഞാൻ ചട്ടിക്കകത്തെല്ലാം എന്നെ നിറയ്ക്കുന്നതെന്ന് വെച്ചാൽ പത്തലിൻ്റെ ചപ്പാണേ. പത്തലിൻ്റെ ചപ്പ് നിറയ്ക്കുമ്പോഴത്തേക്ക് ഇത് ഞാനൊരു കൊറിയൻ വീഡിയോയ്ക്കകത്തോ ജാപ്പനീസ് വീഡിയോയ്ക്കകത്തോ മറ്റോ കണ്ടതാണ്. ഇങ്ങനെ ഇത് നിറയ്ക്കുമ്പോൾ നമുക്ക് ഒത്തിരി മണ്ണും വേണ്ട, അത് നല്ല ഫലഭൂഷ്ടിയായിട്ട് വളരുകയും ചെയ്യുമെന്ന് പറഞ്ഞ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് മണ്ണ് മതി നമുക്ക്. ഇനി ഞാൻ പോട്ടി മിക്സ് എല്ലാം ഇതിനകത്ത് നിറയ്ക്കുവാണേ. എല്ലാത്തിനകത്ത് 10 അടിയുണ്ടല്ലോ, അപ്പോൾ 10 ഇതിനകത്ത് ഞാൻ നിറയ്ക്കുക കേട്ടോ. നിറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഓരോന്നോരോന്നായിട്ട് കുഴിച്ച് വെക്കുവാണ്. എങ്ങനെ ഈ ചപ്പിട്ട് വെക്കുന്ന ചെടിയുണ്ടല്ലോ നല്ല ഫലഭൂഷ്ടമായിട്ട് തന്നെ വളരും കേട്ടോ. അങ്ങനെ ഞാൻ 10 ചെടി നിറച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് മണ്ണൊക്കെ ഉള്ളതെല്ലാം ഞാൻ ഇട്ട് കൊടുക്കുവാണേ. ഇതെല്ലാം ഞാൻ ഈ ചെടിയുടെ പുറകിലാണ് വെക്കുന്നത് കേട്ടോ. അങ്ങനെയാണെന്നറിയോ, ഷെയ്ഡ് വേണേ, നമുക്ക് തണ്ടത്ത് ഇത് വെക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വേറെ കുറേ ചെടിച്ചട്ടി ഇരിക്കുന്നത്, അതിന് പൊക്കമുള്ള ചെടിച്ചട്ടിയാണ്. അപ്പോൾ അതിൻ്റെ പുറകിലത് വെക്കുവാണെങ്കിൽ അതിന് ആ ഷെയ്ഡ് കിട്ടുമല്ലോ. ഒരു 3-4 ദിവസം അങ്ങനെ ഷെയ്ഡിൽ തന്നെ ഇരിക്കണേ. അത് കഴിഞ്ഞിട്ട് കുറേശ്ശെ വെള്ളം ഞാൻ തിളച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വെള്ളവും തിളച്ച് കൊടുത്ത് അവിടെ ഇരിക്കട്ടെ. ഇനി ഒരു 5-6 ദിവസം കഴിയുമ്പോൾ നമുക്ക് നോക്കാം. എൻ്റെ കയ്യിൽ കുറച്ച് പഴയ ചട്ടികളുണ്ടായിരുന്നു കേട്ടോ. ഒരു 10-15 ഉണ്ടേ. അപ്പോൾ ആ ചട്ടിയെല്ലാം ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പോട്ടി മിക്സ് റെഡിയാക്കുവാണേ. മണ്ണൊക്കെ കളച്ച് ചകിരിച്ചോറും ചാണകപ്പൊടിയൊക്കെ ഇട്ട് ഞാൻ പോട്ടി മിക്സ് റെഡിയാക്കി. പിന്നെ ഞാൻ ചട്ടിക്കകത്തെല്ലാം എന്നെ നിറയ്ക്കുന്നതെന്ന് വെച്ചാൽ പത്തലിൻ്റെ ചപ്പാണേ. പത്തലിൻ്റെ ചപ്പ് നിറയ്ക്കുമ്പോഴത്തേക്ക് ഇത് ഞാനൊരു കൊറിയൻ വീഡിയോയ്ക്കകത്തോ ജാപ്പനീസ് വീഡിയോയ്ക്കകത്തോ മറ്റോ കണ്ടതാണ്. ഇങ്ങനെ ഇത് നിറയ്ക്കുമ്പോൾ നമുക്ക് ഒത്തിരി മണ്ണും വേണ്ട, അത് നല്ല ഫലഭൂഷ്ടിയായിട്ട് വളരുകയും ചെയ്യുമെന്ന് പറഞ്ഞ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് മണ്ണ് മതി നമുക്ക്. ഇനി ഞാൻ പോട്ടി മിക്സ് എല്ലാം ഇതിനകത്ത് നിറയ്ക്കുവാണേ. എല്ലാത്തിനകത്ത് 10 അടിയുണ്ടല്ലോ, അപ്പോൾ 10 ഇതിനകത്ത് ഞാൻ നിറയ്ക്കുക കേട്ടോ. നിറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഓരോന്നോരോന്നായിട്ട് കുഴിച്ച് വെക്കുവാണ്. എങ്ങനെ ഈ ചപ്പിട്ട് വെക്കുന്ന ചെടിയുണ്ടല്ലോ നല്ല ഫലഭൂഷ്ടമായിട്ട് തന്നെ വളരും കേട്ടോ. അങ്ങനെ ഞാൻ 10 ചെടി നിറച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് മണ്ണൊക്കെ ഉള്ളതെല്ലാം ഞാൻ ഇട്ട് കൊടുക്കുവാണേ. ഇതെല്ലാം ഞാൻ ഈ ചെടിയുടെ പുറകിലാണ് വെക്കുന്നത് കേട്ടോ. അങ്ങനെയാണെന്നറിയോ, ഷെയ്ഡ് വേണേ, നമുക്ക് തണ്ടത്ത് ഇത് വെക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വേറെ കുറേ ചെടിച്ചട്ടി ഇരിക്കുന്നത്, അതിന് പൊക്കമുള്ള ചെടിച്ചട്ടിയാണ്. അപ്പോൾ അതിൻ്റെ പുറകിലത് വെക്കുവാണെങ്കിൽ അതിന് ആ ഷെയ്ഡ് കിട്ടുമല്ലോ. ഒരു 3-4 ദിവസം അങ്ങനെ ഷെയ്ഡിൽ തന്നെ ഇരിക്കണേ. അത് കഴിഞ്ഞിട്ട് കുറേശ്ശെ വെള്ളം ഞാൻ തിളച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വെള്ളവും തിളച്ച് കൊടുത്ത് അവിടെ ഇരിക്കട്ടെ. ഇനി ഒരു 5-6 ദിവസം കഴിയുമ്പോൾ നമുക്ക് നോക്കാം.